എല്ലാവർക്കും പാമീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, അച്ചാർ കറി. നമുക്ക് നമ്മുടെ വീടുകളിൽ അച്ചാറുകൾ ഉണ്ടാവുമല്ലോ, മാങ്ങ അച്ചാർ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അമ്മേ, അപ്പം ഇന്ന് എന്താ ചെയ്യാൻ പോണേ? ഇന്ന് ചെയ്യാൻ പോകുന്ന കറിയാണ് റോസ് കറി. റോസ് കറി എന്ന് വെച്ചാൽ? റോസ് കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അച്ചാർ വേണം. മാങ്ങച്ചാറാണ് കൂടുതൽ നല്ലത്. കുറച്ച് തേങ്ങാപ്പാല്, ഒരു ഗ്ലാസ് വേണ്ട. പിന്നെ കടുക്, ഉലുവ, ഉള്ളി. മെയിനായിട്ട് വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി, കാന്താരി മുളക്, നല്ല എരിവുള്ള മുളക് ഉണ്ടെങ്കിൽ നല്ലത്. മറ്റേ കറിക്ക് ഉപയോഗിക്കണ മറ്റേ മുളകായാലും കുഴപ്പമില്ല. 2 മുളക്, മറ്റേ ഈ വറ്റൽ മുളക് 2 ഒരു 2 വേപ്പില, വെളിച്ചെണ്ണ. ഈ ഉള്ളിയും മുളകും ഈ അച്ചാറിലേക്കാണ് അരിഞ്ഞിടാം. വറ്റൽമുളക് കടുക് പൊട്ടിക്ക് കടുക് താളിക്കുമ്പോൾ അതിൽ ഇടാൻ. ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഈ തേങ്ങാപ്പാൽ ഈ കറിയിലങ്ങോട്ട് ഒഴിക്കും. കണ്ട കറിയുടെ ഒരു കളറ് കണ്ട? അതുകൊണ്ടാണ് ഈ കറീനെ റോസ് കറി എന്ന് പറയുന്നത്. കണ്ട കറിയുടെ ഒരു ഇത് കണ്ട കളറ്. ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് പോരായികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടേണ്ടി വരും. കുറച്ച് വേണം. അപ്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പം ഇനി കടുക് താളിക്കലാണ്. പിന്നെ നേരെ ഇതിലേക്ക് ഒഴിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാം. വീട്ടിൽ കുറച്ച് അച്ചാറില്ലാത്തവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാം. വളരെ നല്ല സ്വാദുണ്ടാവും ഈ കറി കൂട്ടി ചോറുണ്ണാനൊക്കെ. ഒരു ഉണക്കമീനും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. പിന്നെ അച്ചാർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കഴിക്കാനില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. അപ്പോൾ അച്ചാർ വീട്ടിലുണ്ടെങ്കിൽ നേരെ കുറച്ച് തേങ്ങാപ്പാലെടുത്ത് വേഗം തയ്യാറാക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഫാമിയുടെ അപ്പയും അമ്മാമയും കൂടിയാണ് വീഡിയോ ചെയ്തത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ